നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന പോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ വരും. സിവിൽ പോലീസ് ഓഫീസർ മാത്രമല്ല, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ബീറ്റ് പോലുള്ള തസ്തികകളും ഡിസംബറിൽ തന്നെ വരും. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും എക്സൈസിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഈ വർഷം മിക്കവാറും നോട്ടിഫിക്കേഷൻ കാണാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം ഫയർമാൻ ഉൾപ്പെടെ എല്ലാത്ത ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ കാണും. എല്ലാം ഇയർലി നോട്ടിഫിക്കേഷൻ ആക്കിയതുകൊണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട. ഡിസംബർ 31 തന്നെ ഈ പറയുന്ന തസ്തികകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്കറിയാം, അതിനകത്ത് ആൾറെഡി കുറെ ആളുകൾ ഇപ്പോൾ ഒന്ന് കമന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷനും എക്സാമുകളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന അഡ്വൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ആൾറെഡി ഈ പറയുന്ന പോലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരമായി ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്തതാണ്. CPO സമരമൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നതാണ്. അവരിപ്പോഴും ആ സമരത്തിൽ നിന്ന ആളുകൾ ഇപ്പോഴും ആ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ ഭാഗത്ത് 100% ന്യായമുണ്ട്. അവർ ജയിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി നമ്മൾ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവസ്ഥ. നമ്മൾ എക്സാം എഴുതുക, അതിലെന്താണ് സംഭവിക്കുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPO പോലുള്ള ഫോഴ്സുകളാണ് നമ്മൾ പറയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. സെൻട്രൽ എക്സാം കുറച്ചുകൂടെ എളുപ്പമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വെറുതെ വന്ന് CPO ആകാം എന്ന് ആരും വിചാരിക്കേണ്ട. ആദ്യം ഇപ്പോൾ ഇതൊക്കെ ആൾറെഡി എക്സാം എഴുതിയ ആളുകൾ, ലിസ്റ്റ് വന്ന ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ട്, അവർക്കറിയാം. പക്ഷെ പുതിയ ആളുകളോട് പറയുകയാണ്, അത്ര എളുപ്പമല്ല. നിങ്ങൾക്ക് ചെലവാക്കാൻ ഒരുപാട് സമയവും ഈ പറയുന്ന കുറച്ച് യാതനകൾ അനുഭവിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ CPO എക്സാം എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടരുത്. ഒരുപാട് സമയം, നിങ്ങൾ ഒരു വർഷം ഇയർലി നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഒരുപാട് സമയം ഇതിന്റെ പിറകെ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. പണ്ടൊക്കെ നമുക്കറിയാം, ഈ പറയുന്ന CPO എക്സാമുകളൊക്കെ നമ്മൾ പല ജോലിക്കിടയിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഈ കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകൾക്ക് മുമ്പുള്ള മിക്ക ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് കടന്നുകൂടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതല്ല എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് ഒക്കെ മാറാൻ പോവുകയാണ്. സിലബസ് മാറി പുതിയ BNSഉം BNSSഉം ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈക്വൽസിന്റെ CPO ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സാം എഴുതി പോവുക എന്നുള്ളതല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിന് നമ്മുടെ കയ്യിലൊരു പരിഹാരമില്ല. എക്സാം എഴുതി ആദ്യത്തെ 100 റാങ്കിന് ഏത് ബറ്റാലിയനാണ്, നിങ്ങളിപ്പോൾ KP3 വെച്ച് കഴിഞ്ഞാലും ഇടുക്കി വെച്ച് കഴിഞ്ഞാലും ഏത് വെച്ചാലും ആദ്യത്തെ 100 റാങ്കിനകത്ത് വരുന്ന രീതിയിൽ പഠിച്ച് വരിക എന്നുള്ളതല്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമ്മുടെ അവസ്ഥ ഏതാണ്, ആ അവസ്ഥ മനസ്സിലാക്കുന്നത്. പരാതി പറഞ്ഞ കേൾക്കാൻ ആളില്ല, പരാതി പറഞ്ഞുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ഞാൻ തന്നെ നിങ്ങൾ ഇതിന്റെ ചാനൽ ലിസ്റ്റ് നോക്കിയാൽ എത്ര വീഡിയോ ആണ് ചെയ്ത് പറഞ്ഞു മടുത്തു. അതുകൊണ്ടാണ് ഇതിനകത്ത് വീഡിയോ പോലും ചെയ്യാത്ത. ആരോടാണ് നമ്മളിത് പറയുന്നത്? നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുണ്ട്, പറയുന്നത് ഞാനുണ്ട്. ഇതല്ലാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഒന്നുമില്ല, ആദ്യത്തെ 100 റാങ്കിനകത്ത് വരുന്ന രീതിയിൽ നന്നായി പഠിക്കുക. കട്ട് ഓഫ് കൂടും. കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്, കട്ട് ഓഫിന് കൂടും. നിങ്ങൾ പറഞ്ഞു കട്ട് ഓഫ്, കുറെ ആളുകൾ പറഞ്ഞു കട്ട് ഓഫ് കൊടുത്തില്ല. ഇനി അങ്ങോട്ട് കട്ട് ഓഫ് കൂടി പോത്തേ ഉള്ളൂ. കാരണം എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൂടി, തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത, CPOയുടെ കോഴ്സിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഈക്വൽസിന്റെ കോഴ്സിന്റെ കാര്യം, കേരളത്തിൽ CPOയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആളുകളെ ലിസ്റ്റിനകത്ത് വരുന്നത് ഈക്വൽസ് തന്നെയാണ്. നമ്മുടെ ലിസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് മറ്റ് ഇതിനകത്ത് LD ആണെങ്കിലും നമ്മൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ CPOയുടെ കാര്യത്തിൽ നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. അത്രയും ഉറപ്പുണ്ട്. നമുക്ക് ഈ പറയുന്ന ആളുകളെ ലിസ്റ്റിൽ വരുത്താൻ പറ്റും. ജോലിയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഗവൺമെന്റിന്റെയും PSCയുടെയും കയ്യിലാണ്. അത് നിങ്ങൾ പറയാനുള്ള ഉപദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴേ പറയാണ്, 100-നകത്ത് വരാനുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. 100% ഉറപ്പാണ്. പിന്നെ ഇവിടെയുള്ളൊരു പോസിബിലിറ്റി, ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, പുതിയ ആളുകളാണ് പറയുന്നത്, ഇവിടെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എൻഡ് ആയിട്ടുണ്ടല്ലേ, എൻഡ് ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഗവൺമെന്റിന്റെ എൻഡ്, അവസാന ടെനറിന് അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ നിയമനങ്ങൾ സ്വാഭാവികമായിട്ട് നടക്കാറുണ്ട്. ആ ഒരു ചാൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ചാൻസ് കൊണ്ട് തന്നെ ചിലപ്പോൾ നിയമനങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെയുള്ള ആകെ സാധ്യത. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഈക്വൽസിന്റെ കോഴ്സിൽ നമ്മൾ എല്ലാ കോഴ്സുകളും, അത് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടും ബാച്ച് ഉണ്ട്. പുതിയ ഈ പറയുന്ന BNSഉം BNSSഉം ഒക്കെ വെച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള 2 ബാച്ചുകളായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. ബാച്ചുകൾ ഒരുപാട് ഉണ്ടാവും. ബാച്ചുകൾ ഈ പറയുന്ന ഡിസംബർ 1 മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ CPO ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പഴയ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ആളുകളോടുകൂടി ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് പരാതിയും കൊണ്ടിരിക്കാതിരിക്കുക. നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കേൾക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് കേസുകളും കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ, അതെല്ലാം അതിന്റെ കൂടെ പൊക്കോളും. പക്ഷേ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്, അത് വേറെ ആരുടെ ആവശ്യമല്ല. കഴിഞ്ഞ തവണ നമ്മൾ റാങ്കിൽ കുറച്ച് പുറകിലേക്ക് പോയെങ്കിൽ നിങ്ങൾ കുറെ കൂടി നിങ്ങൾക്ക് പറ്റും. CPO എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ LDയേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ് CPO പാസ്സാകുക എന്നുള്ളത്. അതുകൊണ്ട്
നിങ്ങൾ അതിൻ്റെ ആ ഒരു കഴിഞ്ഞ തവണ എടുത്തതിനൊക്കെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തവണ ലിസ്റ്റിൽ വരാം. നിങ്ങൾ കഴിഞ്ഞ തവണ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഈ നമ്മുടെ സെൻറ്ററിൽ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ലിസ്റ്റിൽ വന്ന് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ആൾ. അവരോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്, വേറെ ഒന്നും ഓപ്ഷനില്ല. നന്നായി പഠിച്ച് ആദ്യത്തെ നൂറിനകത്ത് വന്നുകൊണ്ട് ആ പറയുന്ന പോലീസ് എന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കുക. പുതിയ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം CPO എന്ന് പറയുന്നത് കുറേ ആളുകൾ ഈ ഒരു +2 ഒക്കെ ആവുമ്പോഴേ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ +2 ആണ് യോഗ്യതയെന്ന് നിങ്ങൾക്കറിയാം. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. OBCക്ക് ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SC/ST ആണെങ്കിൽ 31 വയസ്സ് വരെ. നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ആ ഇയർ കൃത്യമായിട്ട് 98 മുതൽ 2006 വരെയാണ് കൃത്യമായിട്ട് അതിനകത്ത് പറയാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും 26 വയസ്സിനകത്തുള്ളവർക്കും OBC ആണ് 29, മറ്റുള്ളവർക്കും 31. പിന്നെ കായികക്ഷമതാ പരീക്ഷയുണ്ട്, 8 ഇവന്റുകളാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കായികക്ഷമതയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ CPO അതുപോലുള്ള ഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾ അറിഞ്ഞിരിക്കും. പുതിയ ആളുകൾക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഏകദേശം എത്ര മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇനി അങ്ങോട്ട് നിരന്തരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ, അത് CPOയുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ വീഡിയോയിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലും വീഡിയോസും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.